അടുത്ത വന്നിട്ടുള്ളൊരു സാധനമാണ് ഈ യൂസുഫ്രാക്ടറി മോർഗേജ് എന്ന് പറഞ്ഞ സാധനമാണ്. യൂസുഫ്രാക്ടറി മോർഗേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, പണ്ട് നാട്ടും പ്രദേശത്തൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു മോർഗേജ് ആണ് യൂസുഫ്രാക്ടറി മോർഗേജ്. അതിൻ്റെ അകത്ത് ഇൻ എ യൂസുഫ്രാക്ടറി മോർഗേജ് the possession of the property is given to the mortgagee. That's a difference. Simple mortgage is a difference. In a usufructory mortgage, the possession of the property is given to the mortgagee. Possession kodukum. Then the second thing, the mortgagee can retain possession of the property till the entire mortgage debt is paid. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഞാൻ ഈ പൊസിഷൻ കൊടുക്കുന്നതോടുകൂടി ഒരു കണ്ടീഷനും ഉണ്ട്. ഞാൻ തരുന്ന പ്രോപ്പർട്ടിയുടെ പൊസിഷൻ യു ക്യാൻ കീപ് ഇറ്റ് വിത്ത് യു. You need not give it back to me till I pay the entire debt or the entire mortgage that is paid. അതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു മെയിൻ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണ്? See, through the usufructory mortgager, the mortgager will authorize the mortgagee to collect rent and other profits from the property, and he can appropriate it towards the principal or interest or part principal, part interest, whatever it may be, and it can be appropriated towards the mortgage. എന്ന് വെച്ചാൽ എന്താണ്? ഞാനൊരു 1 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10 സെന്റ് തെങ്ങും തോപ്പ് ഉണ്ടെങ്കിൽ ആ 10 സെന്റ് തെങ്ങും തോപ്പ് ഐ എം ക്രിയേറ്റിംഗ് എ യൂസുഫ്രാക്ടറി മോർഗേജ് ഇൻ ഫേവർ ഓഫ് ദാറ്റ് പേഴ്സൺ. എന്നിട്ട് ഞാൻ പറയുവാണ് അതിന്റെ യു ക്യാൻ ടേക്ക് ദ റെന്റ്. അതിൻ്റെ അന്ന് തേങ്ങ വിറ്റ് നിങ്ങൾക്ക് കാശ് എടുക്കാം. അതിൽ നിന്ന് കിട്ടുന്ന റെന്റ്, വാടകക്കാരൻ തരുന്ന റെന്റ് മോർഗേജ് നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് ആ എടുക്കുന്ന കാശ് ചുമ്മാ എടുത്തോട്ട് പോകാൻ പറ്റില്ല. ദാറ്റ് എമൗണ്ട് വിൽ ബി അപ്രോപ്രിയേറ്റഡ് ടുവേർഡ്സ് മൈ മോർഗേജ് ഡെറ്റ്. അപ്പൊ ഒരു 10 രൂപ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഡെറ്റ് 10 രൂപ കുറയും. അപ്പൊ അങ്ങനെ ഉള്ളൊരു മോർഗേജ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങൊറ്റി എന്നൊക്കെ പറയും. നമ്മൾ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് പറയും എന്റെ വസ്തുവിലെ തെങ്ങിന്നുള്ള ഈട് നിങ്ങൾ 2 വർഷത്തേക്ക് നിങ്ങൾ ഈ തെങ്ങ് മൊത്തം നിങ്ങൾ ഇട്ടോ, അങ്ങനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തെങ്ങൊറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഈ നേറ്റങ്കര ഏരിയയിലൊക്കെ കാണുന്നതാണ് തെങ്ങൊറ്റി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടാൻ വഴിയില്ല, പണ്ട് ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് ഈ യൂസുഫ്രാക്ടറി മോർഗേജിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് the delivery of possession or binds himself to deliver the possession. അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാം അല്ലെങ്കിൽ നാളെ തരാം. Then delivery of possession is mandatory. Simple mortgage there was no delivery of possession, but in usufructory mortgage there is a delivery of possession. Second point is that we are saying that you can the mortgagee is authorized to retain possession of the property till the entire mortgage that is paid. അടുത്ത മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? The mortgager authorizes the mortgagee to collect the profit, to collect the rent, other profit, everything arising from that mortgage property, and he can appropriate it towards the mortgage debt. Principal ആവാം, ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ പകുതി പ്രിൻസിപ്പൾ പകരം ഇൻട്രസ്റ്റ് എന്തെങ്കിലും റേഷ്യോയിലൊക്കെ അത് പോകാൻ പറ്റും. അപ്പം ഇതാണ് യൂസുഫ്രാക്ടറി മോർഗേജിന്റെ പ്രത്യേകത. അവിടെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ there is no പേഴ്സണൽ കവനന്റ് ടു പേ. ഇവിടെ പേഴ്സണൽ കവനന്റ് വേണം എന്നില്ല യൂസുഫ്രാക്ടറി മോർഗേജിൽ. യൂസുഫ്രാക്ടറി മോർഗേജിൽ പേഴ്സണൽ കവനന്റ് ടു റീപേ ഇല്ല. അങ്ങനെയുള്ള ഒരു മോർഗേജിനെ നമ്മൾ യൂസുഫ്രാക്ടറി എന്ന് വിളിക്കില്ല. അങ്ങനെ ഇല്ലാതെ തന്നെയാണ് നമ്മൾ യൂസുഫ്രാക്ടറി മോർഗേജ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് മോർഗേജ് ആണ് മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ആണെന്നുണ്ട് ഇംഗ്ലീഷ് മോർഗേജ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഒരു ചെറിയ ഡിഫറൻസ് ആണ്. അപ്പം ഇംഗ്ലീഷ് മോർഗേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് മോർഗേജ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോർഗേജ് വേർ ഞങ്ങളൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് ഇത്. ഈ ബാങ്കില് ചില ഹൈ വാല്യൂ ലോണൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും വി പ്രിഫർ ഇംഗ്ലീഷ് മോർഗേജ്. അപ്പം ഇംഗ്ലീഷ് മോർഗേജിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോർഗേജർ binds himself to repay the mortgage money on a certain date. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, മോർഗേജർ സിമ്പിൾ മോർഗേജിൽ പറഞ്ഞതുപോലെ there is a personal covenant to repay the money in English mortgage also. ഇംഗ്ലീഷ് മോർഗേജിലും മോർഗേജ് ചെയ്യുമ്പോൾ there is a personal covenant to repay money by a certain date. അതിനകത്ത് ഒരു കറക്റ്റ് ഒരു ഡേറ്റ് വേണം. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഞാനിത് പേ ചെയ്തോളാം എന്നൊരു പേഴ്സണൽ കവനന്റ് വരും. രണ്ട്, transfers the mortgage property absolutely to the mortgagee. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ നമ്മൾ മോർഗേജ് എഴുതുമ്പോഴത്തേക്കും ഞാനിത് മോർഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ വസ്തു നിങ്ങൾക്ക് ഒറ്റയായി തരുന്നു, അല്ലെങ്കിൽ ഐ ഹിയർ ബൈ മോർഗേജ് ദ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് പറയുന്നതിന് പകരം
ഇംഗ്ലീഷ് മോർഗേജ് ആകുമ്പോൾ പറയുന്ന പോലെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഐ ഹിയർ ബൈ കൺവേ ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ടു ദ മോർഗേജി എന്ന് പറഞ്ഞാണ് പറഞ്ഞു പോവുക. അതൊരു അബ്സല്യൂട്ട് ട്രാൻസ്ഫർ പോലെയാണ് അവിടെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പം he absolutely transfers the property to the mortgagee with a condition in the same document തന്നെ with a condition that subject to a proviso that he will the mortgagee shall retransfer, because ഇതൊരു ട്രാൻസ്ഫർ ആയിട്ട് എഴുതി കൊടുക്കുന്നതായതുകൊണ്ട് ഒരു കണ്ടീഷൻ സബ്സിക്വന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ വരുന്നത്. saying that he will retransfer it to the mortgager upon payment of the mortgage money as agreed. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ എന്റെ വസ്തു മിസ്റ്റർ സഫി മോഹൻ എന്ന് പൈസ വാങ്ങിച്ച് എന്തായിക്കോട്ടെ, ഞാൻ സഫി മോഹന് ഇംഗ്ലീഷ് മോർഗേജ് ചെയ്യണം. അപ്പൊ ഇംഗ്ലീഷ് മോർഗേജ് ചെയ്യുമ്പോൾ ഞാൻ എഴുതും ഐ ഹിയർ ബൈ ട്രാൻസ്ഫർ ദിസ് പ്രോപ്പർട്ടി വിത്ത് ഓൾ റൈറ്റ്സ് ടു മിസ്റ്റർ സഫി മോഹൻ. സെയിലിന് പോലെ, സെയിലല്ല, വ്യത്യാസം പറഞ്ഞുതരാം, എഴുതുവാണ് ഐ ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ടു യു മിസ്റ്റർ സഫി മോഹൻ സബ്ജക്ട് ടു എ പ്രൊവൈസോ ദാറ്റ് by March 10, I will pay you back the money, and the moment I pay back the money, and you shall retransfer the property to me. അതായത് മോർഗേജർ ഇത് അബ്സല്യൂട്ട്ലി ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇൻ ദ സെയിം ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിൽ തന്നെ മോർഗേജ് ഡീഡിൽ തന്നെ പറയുവാണ് there is a proviso for retransfer of the property upon payment of the money by the mortgager on that specific date. ഞാൻ ആ ഡേറ്റിൽ പൈസ തരുന്ന പക്ഷം ആ സമയത്തിന് യു ഹാവ് ടു റീട്രാൻസ്ഫർ. ദെൻ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ഇതിന്റെ അകത്തൊരു സെയിൽ വിത്ത് പ്രൊവിഷൻ ടു റീട്രാൻസ്ഫറും ഇംഗ്ലീഷ് മോർഗേജും തമ്മിലൊരു ഡിഫറൻസ് പല കോടതികളും പല കേസിലും വന്നിട്ടുള്ളതാണ്. സെയിൽ വിത്ത് കണ്ടീഷൻ ടു റീട്രാൻസ്ഫർ, ചില സമയത്ത് ഞാൻ വസ്തു വിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് പക്ഷേ ഈ വസ്തു ഇന്ന കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ വസ്തു എനിക്ക് തിരിച്ചു തരണം, നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് വസ്തു വിൽക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് എ സെയിൽ വിത്ത് എ കണ്ടീഷൻ ടു റീട്രാൻസ്ഫർ. ഇപ്പൊ ഈ ഇംഗ്ലീഷ് മോർഗേജിലും അതേപോലെയാണ്. ദ മോർഗേജർ അബ്സല്യൂട്ട്ലി ട്രാൻസ്ഫേഴ്സ് the property to the mortgagee with a condition that the mortgagee shall retransfer it upon me paying the money on that specific date. ഇതിന്റെ അകത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. സെയിൽ ആയിരിക്കുമ്പോൾ ഒരു മിയർ സെയിൽ വിത്ത് എ കണ്ടീഷൻ ടു ഒരു സെയിൽ അഗ്രിമെന്റ് എഴുതുമ്പോൾ, സെയിൽ ഡീഡ് എഴുതുമ്പോൾ അതിന്റെ അകത്ത് നമുക്ക് വേറെ ചിലപ്പോൾ പറയും, ചിലപ്പോൾ ഇന്ന കാര്യങ്ങൾ നടന്ന ഈ വസ്തു എനിക്ക് തിരിച്ചു എഴുതി തരണം എന്നൊക്കെ പറയും. അത് മോർഗേജ് ആവില്ല ഇഫ് ദർ ഇസ് നോ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു കടം സെക്യൂറിംഗ് ദ ഡെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാണില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷ് മോർഗേജ്. ഈ രണ്ടാമത്തെ ഒരു ഡിഫറൻസ് കോടതി ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇന്ന മോർഗേജിൽ വസ്തുവിന്റെ വാല്യൂ ആയിരിക്കില്ല അതിന്റെ ആ ഡോക്യുമെന്റ് കവർ ചെയ്യുന്ന വാല്യൂ. ഇപ്പൊ സെയിലിൽ എപ്പോഴും നമ്മൾ വസ്തു വിൽക്കുമ്പം ആ വിൽക്കുന്ന വസ്തുവിന്റെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും കൺസിഡറേഷൻ. പക്ഷെ മോർഗേജ്, ഇപ്പൊ ഇംഗ്ലീഷ് മോർഗേജ് ആകുമ്പോൾ എനിക്ക് ആവശ്യം, ഞാൻ ചിലപ്പം 1 ലക്ഷം എന്റെ വസ്തു 1 കോടിയുടെ വസ്തു ആയിരിക്കും, ഞാൻ പക്ഷെ 1 ലക്ഷം രൂപയായിരിക്കും കടം എടുക്കുന്നത്, ആ കടത്തിനാണ് ഞാൻ മോർഗേജ് ചെയ്യുന്നത്. അപ്പം ഈ മോർഗേജ് ചെയ്യുന്ന എമൗണ്ടും വസ്തുവിന്റെ വിലയും തമ്മിൽ വ്യത്യാസം കാണും. എപ്പോഴും വസ്തുവിന്റെ വില കൂടുതലായിരിക്കും, അങ്ങനെയുള്ളതേ ഒരാൾ ഈടായിട്ട് എടുക്കുകയുള്ളൂ. അപ്പം കോടതി പറഞ്ഞ ഈ രണ്ട് വ്യത്യാസമാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അതായത് ഒരു സെയിൽ വിത്ത് എ കണ്ടീഷൻ ടു റീപർച്ചേസും ഇംഗ്ലീഷ് മോർഗേജും തമ്മിലുള്ള ഡിഫറൻസ്, മെയിൻ ആയിട്ട് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മോർഗേജിൽ ഒരു ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് കാണും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പം വസ്തു എഴുതി കൊടുക്കുന്നു, പൈസ തരുമ്പോൾ തിരിച്ചു തരണം എന്ന് പറയുന്നത്, ഇതാണ് ഇംഗ്ലീഷ് മോർഗേജ്. ഇനി ഇതേപോലൊക്കെ തന്നെ തോന്നുന്ന വേറൊരു മോർഗേജ് ആണ് മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. അവിടെ ഒരു കണ്ടീഷൻ പ്രസിഡന്റിന്റെ ക്യാരക്ടറാണ് വരുന്നത്. കണ്ടീഷണൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ the mortgager sells the property to the mortgagee with a condition, pre-condition. ആ സെയിലിന് മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മോർഗേജിൽ ഇറ്റ്സ് അബ്സല്യൂട്ട് സെയിൽ. പിന്നെ ഒരു പെർട്ടിക്കുലർ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ പെർട്ടിക്കുലർ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റീട്രാൻസ്ഫർ ഇറ്റ്. അതാണ് ഇംഗ്ലീഷ് മോർഗേജ്. കണ്ടീഷണൽ സെയിൽ നേരെ തിരിച്ചാണ്. ഐ എം സെല്ലിംഗ് ഇറ്റ് ടു യു സബ്ജക്ട് ടു എ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നടന്നാൽ മാത്രമേ ഈ സെയിൽ ആവുള്ളൂ. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് സി ഡെലിവേഴ്സ് ഈ ഇംഗ്ലീഷ് മോർഗേജിൽ വരുമ്പോഴത്തേക്കും മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ വരുന്നത് വെച്ചാൽ സെൽസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ഓൺ എ കണ്ടീഷൻ ദാറ്റ്. എന്താണ് കണ്ടീഷൻ? ഓൺ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി ഓൺ എ സർട്ടൻ ഡേറ്റ് ദ സെയിൽ ഷാൽ ബിക്കം അബ്സല്യൂട്ട്. അതൊരു പോയിന്റ് ആണ്. അതായത് നമ്മൾ കണ്ടീഷണൽ സെയിൽ ആകുമ്പോൾ അങ്ങനെയാ പറയുന്നത്. അതായത് ഇന്ന ദിവസത്തിന് അകത്ത് ഞാൻ ഈ പർട്ടിക്കുലർ ഡേറ്റിനനുസരിച്ച് അകത്ത് ഞാൻ ഈ മോർഗേജ് മണി, ഇഫ് ഐ ഫെയിൽ ടു റീപേ ദ മോർഗേജ് മണി on a certain date, then this sale shall become absolute. അപ്പോഴേ ഈ സെയിൽ അബ്സല്യൂട്ട് ആവുന്നുള്ളൂ.
ഇംഗ്ലീഷ് മോർഗേജിൽ ആദ്യമേ അബ്സല്യൂട്ട് ആയിട്ടാണ് കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടീഷണൽ സെയിലിൽ പ്രീ കണ്ടീഷൻ ആണ്. കണ്ടീഷൻ നടന്നാൽ മാത്രമേ സെയിൽ അബ്സല്യൂട്ട് ആവുള്ളൂ. സോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഇഫ് ദർ ഈസ് എ ഡിഫോൾട്ട് ഇൻ റീപേയിങ് ദ മോർഗേജ് മണി ദിസ് ബിക്കം എ സെയിൽ. അല്ലെങ്കിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ such a payment being made the sale shall become void. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും. അതായത് കണ്ടീഷണൽ സെയിൽ നടത്തുമ്പോൾ പറയുവാണ് ഇത് ആണ് ഡേറ്റ്, ഈ ഡേറ്റിനകത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അബ്സല്യൂട്ട് ആയി. ഇനി തന്നു കഴിഞ്ഞാൽ ഈ ഞാൻ എഴുതി തന്ന ഈ കണ്ടീഷണൽ സെയിൽ ഷാൽ ബിക്കം വോയിഡ്. വെൻ ഐ പെയ്ഡ് ഇറ്റ് ബിക്കംസ് വോയിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഓൺ സച്ച് എ പേയ്മെന്റ് ബീങ് മെയ്ഡ് ദ ബയർ ഷാൽ ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ടു ദ സെല്ലർ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഹി വിൽ ട്രാൻസ്ഫർ മീ ബാക്ക് ദ പ്രോപ്പർട്ടി. അപ്പം ഇങ്ങനെ ഒരു മോർഗേജിനാണ് നമ്മൾ കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷണൽ സെയിൽ മോർഗേജ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം ഈ ഡോക്യുമെന്റിൽ തന്നെ സിംഗിൾ ഡോക്യുമെന്റിൽ തന്നെ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരു കണ്ടീഷൻസ് വിച്ച് വി ഹാവ് മെൻഷൻഡ് ബിഫോർ, ദീസ് ഓൾ ദ കണ്ടീഷൻസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ സെയിം ഡോക്യുമെന്റ്. സെയിം ഡോക്യുമെന്റിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരിക്കണം, എന്നാലേ അതൊരു കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്നതുള്ളൊരു ഇതാവുള്ളൂ. ഇതിന്റെ അകത്തൊരു പേഴ്സണൽ കവനന്റ് വേണമെന്ന് പറയുന്നില്ല. അൺലൈക്ക് ദി സിറ്റുവേഷൻ ഇൻ ആൻ ഇംഗ്ലീഷ് മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിലില് ഒരു പേഴ്സണൽ കവനന്റ് വേണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ഐറ്റം അല്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു അഞ്ചാമത്തെ ടൈപ്പ് ഇക്വിറ്റബിൾ മോർഗേജ് അല്ലെങ്കിൽ മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ മോർഗേജ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് ഓർ ഡെലിവറിംഗ് ദ ടൈറ്റിൽ ഡീഡ്സ്. ഇവിടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ റിക്വയർമെന്റ് ഓഫ് എനി ഡോക്യുമെന്റ്. മോർഗേജ് ഡീഡ് വേണ്ടാത്തൊരു ഡോക്യുമെന്റ് ആണ് ഇക്വിറ്റബിൾ മോർഗേജ്. സോ ദ മോർഗേജർ എന്താ ചെയ്യുക? ഡിപ്പോസിറ്റ്സ് ദി ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ദ പ്രോപ്പർട്ടി with the mortgage, title deeds with the mortgagee or his agent with an intention to create security for the loan availed or the mortgage debt. ആ ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ ടൈറ്റിൽ ഡീഡ് മറ്റേ ആളുടെ മോർഗേജിന്റെ കയ്യിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്തൊരു ചെറിയ കാര്യങ്ങളുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എവിടെയാണെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതിൽ അവർ പറയുന്ന മദ്രാസ്, ചെന്നൈ, ബോംബെ അല്ലെങ്കിൽ കൽക്കട്ട അല്ലെങ്കിൽ എനി ടൗൺ നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദിസ് ബിഹാഫ്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഈ സെക്ഷൻ 58F ഇതിന് ഇക്വിറ്റബിൾ മോർഗേജിന് വേണ്ടി എല്ലാ ടൗണും എല്ലാ സ്ഥലവും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നതാണ്. കേരളത്തിൽ പല സ്റ്റേറ്റിലും ഇങ്ങനെ ഓരോ ടൗൺസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഗസറ്റിൽ ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്. ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ 58F വേണ്ടിയിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ടൗൺ, അത് കുറെ ടൗൺസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടൗൺസിൽ ചെന്നിട്ട് ഈ ടൗൺസിൽ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ബാങ്കിലൊക്കെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫൈ ചെയ്യാത്ത ടൗണിൽ ഒരു ബാങ്ക് ഉണ്ട്. അപ്പൊ അവിടെ ലോൺ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഇക്വിറ്റബിൾ മോർഗേജ് അല്ലെങ്കിൽ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോട്ടിഫൈഡ് ടൗൺ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഈ ബാങ്കിന്റെ തന്നെ വേറൊരു ബ്രാഞ്ച് നോട്ടിഫൈഡ് ടൗണിലുണ്ടെങ്കിൽ ഈ കസ്റ്റമറിനെ അവിടെ പറഞ്ഞു വിടും. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ നോട്ടിഫൈഡ് ടൗൺ, സോ യു കനോട്ട് ക്രിയേറ്റ് എ mortgage by deposit of title deeds as contemplated under section 58F of the TP Act. അപ്പൊ അങ്ങനെ വരുന്നു. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സാധനമാണ് ഒരു മോർഗേജർ deposits the title deeds pertaining to a specific property with the mortgager or his agent in a notified town with an intention to create security for the loan availed, then that type of a mortgage is called an equitable mortgage or a mortgage by deposit of title deeds. ഇംഗ്ലീഷിലുള്ള പേരാണ്, ഇംഗ്ലീഷ് ലോയിലുള്ള പേരാണ് ഇക്വിറ്റബിൾ മോർഗേജ്. നമ്മുടെ കറക്റ്റ് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. അപ്പം ഈ മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സിന് ഡോക്യുമെന്റ് വേണമെന്നില്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ആക്ട് ഓഫ് ദ പാർട്ടീസ്. ഇത് മാത്രമാണ് ഈ ഡോക്യുമെന്റ് വേണ്ട എന്ന് പറയുന്ന ഒരു മോർഗേജ്. അല്ലാത്ത എല്ലാ മോർഗേജും സെക്ഷൻ 59 അനുസരിച്ചിട്ട് മോർഗേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് ദ പ്രോപ്പർട്ടി ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് എബവ് ₹100 ഓർ എബവ് 100, 100 രൂപയോ 100 രൂപയിൽ കൂടുതലോ ആണ് ഒരു പ്രോപ്പർട്ടിയുടെ വില, മോർഗേജ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വില എന്നുണ്ടെങ്കിൽ ദ മോർഗേജ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ബൈ വേ ഓഫ് എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ്
signed by the mortgager and attested by at least 2 witnesses. ഈ 3 കണ്ടീഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു മോർഗേജിന്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, മോർഗേജ് വരുന്നുള്ളൂ. അത് സെക്ഷൻ 59 പറയുന്നത്. So there is an exemption there in under section 59, that is an equitable mortgage. Equitable mortgage exemption ഉണ്ട്. അപ്പൊ equitable mortgage ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യാതൊരു ഡോക്യുമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബാങ്കുകൾ ഡോക്യുമെന്റ് എടുക്കാറുണ്ട്. അത് ഒരു ലീഗൽ നെസസിറ്റി കാരണമല്ല എടുക്കുന്നത്. ഇപ്പം ഈ ഇക്വിറ്റബിൾ മോർഗേജ് നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ വാങ്ങി വെക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും കോടതിയിലൊക്കെ പോകുമ്പോൾ ഒരു തെളിവ് വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിനു വേണ്ടി ഡോക്യുമെന്റും ഒക്കെ ഒപ്പിടുകയും മറ്റേ കൺഫർമേഷൻ ലെറ്ററും ഒക്കെ എടുക്കുന്നതിന്റെ കാരണം അത് മാത്രമാണ്. അല്ലെങ്കിൽ എന്താ പറ്റുക, ഇപ്പം സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് ബാങ്ക് കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഇക്വിറ്റബിൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലാണ്, party has come to my office, created equitable mortgage, and these are the documents എന്ന് പറയുമ്പോൾ പാർട്ടി വന്നിട്ട് പറയും, so I have never created any equitable mortgage, the documents were given for just perusal for examination, there was no intention to create an equitable mortgage. ഈ ഇന്റൻഷൻ ഒന്നും ഇല്ല, ഞാൻ അവർക്ക് അത് വായിക്കാൻ, എന്റെ ഡോക്യുമെന്റ് വായിക്കാൻ വേണ്ടി കൊടുത്തതാണ്, എന്റെ ടൈറ്റിൽ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി കൊടുത്തതാണ്, there was no creation എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടീസ് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ബാങ്ക്സ് എന്ത് ചെയ്യും, ഇതിനെയൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് ഒക്കെ കൺഫർമേഷൻ ലെറ്റർ ഒക്കെ പാർട്ടിയുടെ വിചാരിക്കും. ഞാൻ ഇന്ന ദിവസം ബാങ്കിൽ പോവുകയും ഇന്ന ഡോക്യുമെന്റ് മോർഗേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ പറയുന്ന ഡോക്യുമെന്റ്സ് ബാങ്കിന് ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ഇക്വിറ്റബിൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫർമേഷൻ ലെറ്റേഴ്സ് ബാങ്ക്സ് എടുക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ നെസസിറ്റി. So banks to be in a safer side when it comes to when the matter reaches a court, the banks need evidence. അതുകൊണ്ടാണ് ഈ ബാങ്കുകൾ, ഇപ്പൊ നമ്മൾ ഹൗസിംഗ് ലോൺ ഒക്കെ എടുത്തിട്ടുള്ളവർക്കാണ്, അച്ഛനും അമ്മ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ അവിടെ ചെന്നിട്ട് ഈ വസ്തുവിന്റെ ആധാരം എല്ലാം കൂടെ നമ്മൾ ബാങ്കിൽ കൊടുക്കും, ബാങ്കിലാണ് ആധാരം വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് ആൻ ഇക്വിറ്റബിൾ മോർഗേജ്. അപ്പം ഇക്വിറ്റബിൾ മോർഗേജ് ഇതാണ്, നോട്ടിഫൈഡ് ടൗണിൽ ചെന്നിട്ട് ഡെലിവേഴ്സ് ടു ദ ക്രെഡിറ്റർ ഓർ ഹിസ് ഏജന്റ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ആൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ഇക്വിറ്റബിൾ മോർഗേജ് thereon, it is called an equitable mortgage. No registration is required. ഇനി ലാസ്റ്റ് തീരുവാണ്, നമ്മൾ ഇത്തിരി ഡിലേ ആയിപ്പോയി, സോറി. അനോമലസ് മോർഗേജ്. അനോമലസ് മോർഗേജ് എന്ന് പറഞ്ഞ തീരും. അനോമലസ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഡെഫിനേഷൻ ആണ് അത്. അനോമലസ് മോർഗേജ് മീൻസ് എ മോർഗേജ് വിച്ച് ഇസ് നോട്ട് ഈ നേരത്തെ പറഞ്ഞ 5 മോർഗേജും അല്ലാത്ത രീതിയിലുള്ള മോർഗേജിനെ എല്ലാം അനോമലസ് മോർഗേജ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിമ്പിൾ മോർഗേജിൽ നമ്മൾ പറഞ്ഞു മറ്റേ എന്താണ് പേഴ്സണൽ കവനന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പേഴ്സണൽ കവനന്റ് ഇല്ലാതെ ബാക്കി സിമ്പിൾ മോർഗേജ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അനോമലസ് മോർഗേജ്. യൂസുഫ്രാക്ടറി മോർഗേജ്, ഇപ്പൊ സിമ്പിൾ മോർഗേജിൽ തന്നെ നമ്മൾ പൊസഷൻ കൊടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ മോർഗേജിൽ ദർ ഇസ് നോ ഡെലിവറി ഓഫ് പൊസഷൻ, പേഴ്സണൽ കവനന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഒരു മോർഗേജ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പേഴ്സണൽ കവനന്റും കൊടുത്തു, പൊസഷനും കൊടുത്തു. പൊസഷൻ കൊടുത്തത് കൊണ്ട് അത് ഇറ്റ് വിൽ നോട്ട് ബിക്കം എ സിമ്പിൾ മോർഗേജ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മേളിൽ പറഞ്ഞ 5 മോർഗേജിന്റെ ഡെഫിനിഷനിലും വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും മോർഗേജ് ഉണ്ടെങ്കിൽ ദോസ് മോർഗേജസ് ആർ കോൾഡ് അനോമലസ് മോർഗേജസ്. അപ്പം ഈ definition എന്ന് പറയുന്നത് ഇതാണ്: a mortgage which is not an English mortgage, a mortgage which is not a mortgage by conditional sale, a mortgage which is not an equitable mortgage, a mortgage which is not a usufructory mortgage. Such type of a mortgage is called an anomalous mortgage. അപ്പോൾ ഇത്രയാണ് different types of mortgage.